ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. കോഡിംഗ് ഹൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിഗ് ഒ നൊട്ടേഷൻസിനെ കുറിച്ചാണ്. ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ ഒരു ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട് എന്താണ് ബിഗ് ഒ നൊട്ടേഷൻ, പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബിഗ് ഒ നൊട്ടേഷൻസ് ആയ ബിഗ് ഓർഡർ ഓഫ് 1, ഓർഡർ ഓഫ് n, ഓർഡർ ഓഫ് ലോഗ് n അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞു പോലെ ചെയ്യണേ. നമ്മളിവിടെ നമ്മളുടെ ഈ പൈത്തോൺ വെച്ചിട്ടാണ്, ഞാൻ പറഞ്ഞത് നമ്മൾ പൈത്തോൺ വെച്ചിട്ടാണ് നമ്മൾ കോഡിങ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഞാനിവിടെ ഒരു ടൈം മോഡ്യൂൾ ഉണ്ട്, പൈത്തോണിന്റെ ടൈം മോഡ്യൂൾ വെച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കുകയാണ്. അതായത് നമ്മളിപ്പോ ഓർഡർ ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഇൻപുട്ട് കൊടുത്താലും നമുക്ക് കിട്ടുന്നത് ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. ഈവൻ നമ്മൾ കൊടുക്കുന്ന 1 ഇൻപുട്ട് ആയാലും 1 മില്യൺ ഇൻപുട്ട് ആയാലും നമ്മൾ കൊടുക്കുന്ന മീൻസ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ മെഷീന്റെ ഇന്റേണൽ സ്ട്രക്ചർ അനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും, എങ്കിലും മോസ്റ്റ്ലി നമ്മൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പൊ അത് ഞാനിവിടെ പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും അത് എങ്ങനെയാണ് അതിൽ വരുന്നത് എന്നുള്ളത്. ഓക്കെ, ബിഗ് ഒ നൊട്ടേഷൻ എന്താന്ന് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വരാനായിട്ട് എടുക്കുന്ന ടൈം, അതായത് ആ ഗ്രോത്ത് റേറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ ഒരു ഇൻപുട്ട് സൈസിനനുസരിച്ച് ഇൻപുട്ട് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വരാനായിട്ട് എടുക്കുന്ന ടൈം, അതിനെയാണ് നമ്മൾ ബിഗ് ഒ നൊട്ടേഷൻ എന്ന് പറഞ്ഞ് പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ ഒരു കാര്യം കുറച്ചുകൂടി ക്ലിയർ ആക്കേണ്ടതുണ്ടെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ എക്സിക്യൂഷൻ ടൈം ലൈക്ക് സെക്കൻഡ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആ ഒരു ടൈമിനെ അല്ല പറയുന്നത്, എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഗ്രോത്ത് റേറ്റ് ആണ്. ആ ഇൻപുട്ട് വെച്ച് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റേഷ്യോ, അതായത് ആ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലോട്ട് വരാനായിട്ട് എടുക്കുന്ന ടൈമിന്റെ ഒരു റേറ്റ്, ആ ഒരു ടൈം റേറ്റ് ആണ് നമ്മൾ, ആ ഗ്രോത്ത് റേറ്റ് ആണ് നമ്മൾ ഈ ബിഗ് ഒ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ഡബിൾ ദ ഇൻപുട്ട് സൈസ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡബിൾ ആക്കി എന്ന് വിചാരിക്കുക. ഇൻപുട്ട് മീൻസ് ഒരു എക്സാമ്പിൾ ഞാൻ n എന്ന് പറയുന്ന ഒരു നമ്പർ 5 കൊടുത്തു, അടുത്ത സമയം ഞാൻ കൊടുക്കുന്ന 10 ആയിരിക്കാം മേ ബി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കുമോ, അതോ അത് ഡബിൾ ആകുമോ, അതോ അതിനേക്കാളും കൂടുതലാകുമോ, ഇതൊക്കെയാണ് നമ്മൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബിഗ് ഒ പറയുന്നത് നമ്മളോട്. ഓക്കെ, അപ്പോൾ അത് പറയുന്നത് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മില്ലി സെക്കൻഡോ ഒന്നും അല്ല, ആ ഒരു ഗ്രോത്ത് റേറ്റ് ആണ് ഈ ബിഗ് ഒ നൊട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു നമ്മൾ ടൈം വെച്ചിട്ട് ഞാൻ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഞാൻ എന്താണ് ആ ടൈം വെച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഓർഡർ ഓഫ് 1, ഓർഡർ ഓഫ് n അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് തുടങ്ങാം. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ പൈത്തോണിൽ ഒരു മോഡ്യൂൾ ഉണ്ട്, ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു മോഡ്യൂൾ ഉണ്ട്. അപ്പോൾ ഞാൻ അത് എഴുതി തുടങ്ങാൻ ഇവിടെ. ആ മോഡ്യൂളിന്റെ പേരാണ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ടൈം മോഡ്യൂള്. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ടൈം എത്ര എടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയണം. ഓക്കെ, അത് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ നമ്മളൊരു കോഡ് എഴുതുന്നതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ കറണ്ട് ടൈം കണ്ടുപിടിക്കുക അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വേരിയബിൾ എഴുതാം, സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഞാൻ എഴുതാണ്. ഓക്കെ, സോറി, സ്റ്റാർട്ട് ടൈം എന്ന് എഴുതുകയാണ്. അപ്പോൾ അതിന് ഈ ടൈമിന്റെ മോഡ്യൂളിൽ ടൈം എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് കോൾ ചെയ്തു. അപ്പോൾ എൻ്റെ സ്റ്റാർട്ട് ടൈം കിട്ടി. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഫംഗ്ഷൻ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് എഴുതാണ്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ വേണ്ടത് ജസ്റ്റ് ഞാനൊരു കുറച്ച് നമ്പേഴ്സ് എനിക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്യണം, അത് സിമ്പിൾ കോഡ് എഴുതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം കൊടുത്തു 100 എന്ന് കൊടുത്തു, എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ഞാൻ പ്രിന്റ് ആയി കൊടുക്കുകയാണ്. ഓക്കെ, പ്രിന്റ് ആയി കൊടുത്തു. ഇത്രയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത്. മീൻസ് ഇതാണ് നമുക്ക് വേണ്ട കോഡ്. ഇനി ഞാൻ അപ്പോൾ എൻ്റെ എൻ ടൈം കൂടെ ഞാൻ കണ്ടുപിടിക്കുകയാണ്. അതെങ്ങനെ കണ്ടുപിടിക്കും, ഈ സെയിം തന്നെയാണ് അല്ലേ. അതായത് ടൈം ഡോട്ട് ടൈം എന്ന ഫംഗ്ഷൻ നമ്മൾ വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എൻ ടൈം കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ എക്സിക്യൂഷൻ ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കണേ, എൻ ടൈം മൈനസ് സ്റ്റാർട്ട് ടൈം. ഇത് എക്സിക്യൂഷൻ ടൈം എന്ന് പറഞ്ഞാൽ എൻ ടൈം മൈനസ് സ്റ്റാർട്ട് ടൈം അല്ലേ. അപ്പോൾ അതായത് നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര ടൈം എടുത്തു അതാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഞാനിപ്പോൾ അതിനെ സിമ്പിൾ ആയിട്ട് ഒന്ന് പ്രിന്റ് ചെയ്യാണ്. എഫ് സ്ട്രിങ് നമുക്കിവിടെ കൊടുക്കാം, എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിളിലെ പേരെന്താണ്, എക്സിക്യൂഷൻ ടൈം അല്ലേ. ജസ്റ്റ് സിമ്പിൾ കോഡ് ഞാൻ എഴുതിയെന്നുള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂഷൻ ടൈം കാണുന്നുണ്ട് 016 സംതിങ് ലൈക്ക് ദാറ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്കതിനെ നമുക്കൊരു ഇങ്ങനെ കൊടുക്കാം, ഡോട്ട് അല്ലേ, ഒരു 6 ഡിജിറ്റിന്റെ ഫോമാറ്റിലാക്കി എടുക്കാം. അപ്പൊ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരും. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മളൊരു കോഡ് എഴുതി വെച്ചു. ഇനി നമ്മൾ ഓരോ കോംപ്ലക്സിറ്റീസ് ആയിട്ട് പറയാണ്. ഇപ്പൊ എനിക്ക് ഈ ഒരു സിമ്പിൾ കോഡ് റൺ ചെയ്യാൻ എനിക്ക് ഇത്ര ടൈം എടുത്തു, 0.018002 സംതിങ് ലൈക്ക് ദാറ്റ് എടുത്തു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കോംപ്ലക്സിറ്റി ആണ് ഓർഡർ ഓഫ് 1. ഓർഡർ ഓഫ് 1ന് നമ്മൾ വേറൊരു പേരൂടെ പറയാറിയാവോ,
ഓർഡർ ഓഫ് 1 എന്ന് പറയുന്ന വേറൊരു പേരാണ് കോൺസ്റ്റന്റ് ടൈം. ഓക്കെ, കോൺസ്റ്റന്റ് ടൈം എന്ന് ഞാൻ പേര് തന്നെ ഇല്ല, എന്താണ് കോൺസ്റ്റന്റ് എന്താണ്, എപ്പോഴും ഫിക്സ് ആയിട്ടിരിക്കുന്നതിനാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. അതെന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ടൈം എന്ന് പറഞ്ഞാൽ ഈ അൽഗോരിതം ടേക്സ് ദ സെയിം എമൗണ്ട് ഓഫ് ടൈം. നമ്മൾ വാട്ട് എവർ ഇൻപുട്ട് കൊടുത്താലും, അപ്പോൾ 1 ഇൻപുട്ട് കൊടുത്താലും 100 ഇൻപുട്ട് കൊടുത്താലും 1000 കൊടുത്താലും മില്യൺ കൊടുത്താലും എത്ര കൊടുത്താലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കിട്ടാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള അൽഗോരിതംസിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ടൈം അൽഗോരിതംസ് അല്ലെങ്കിൽ ഓർഡർ ഓഫ് 1 അൽഗോരിതംസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനായിട്ട് ഞാൻ കുറേ നമുക്ക് എഴുതാൻ പറ്റും. ഞാനിപ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു കോഡ് എഴുതാം. ഒരു എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു അരയുണ്ട്. ഓക്കെ, ഒരു അരയുണ്ട്, എനിക്ക് അതിന്റെ ഫസ്റ്റ് എലമെന്റിനെ വേണം. അരയിലെ ഫസ്റ്റ് എലമെന്റ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? നമുക്കറിയാം അരയിലെ എപ്പോഴും ഫസ്റ്റ് എലമെന്റ് ഏത് ഇൻഡെക്സിലാണ് ഉള്ളത്? 0th ഇൻഡെക്സിലാണ് ഉള്ളത് അല്ലേ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് എടുക്കാമല്ലോ. അപ്പൊ അതിനായിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതാണ്, കോൺസ്റ്റന്റ് ടൈം തന്നെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ആർഗ്യുമെന്റ് ആയിട്ട് ഞാൻ അരേനെ പാസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, എനിക്ക് അരേ 0th എലമെന്റ് പ്രിന്റ് ആക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ 0th മീൻസ് ഫസ്റ്റ് എലമെന്റ് ആണ് 0 എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ 0th എലമെന്റിനെ പ്രിന്റ് ആക്കി. ഓക്കെ, ജസ്റ്റ് ഫംഗ്ഷൻ എഴുതി. ഇനി എനിക്ക് ടൈം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം അല്ലെ. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ സംഭവങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അതായത് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ടൈം, എൻഡ് ടൈം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമല്ലോ. ഇത് ഫുള്ള് ഞാൻ ഇവിടെ നിന്ന് എടുക്കാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും എങ്ങനെ എക്സിക്യൂഷൻ ടൈമിന്റെ കഥ വരുന്നെന്നുള്ളത്. ഇതൊന്നും ഇവിടെ വേണ്ട, ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കുന്നു. അതൊന്നും ജസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം സ്റ്റാർട്ട് ടൈം, ഇത് നമ്മൾ ഫംഗ്ഷൻ കഴിഞ്ഞു, ഇനി സ്റ്റാർട്ട് ടൈം കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം. നമ്മുടെ കോൺസ്റ്റന്റ് ടൈം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ കൊടുക്കുകയാണ്, ജസ്റ്റ് ഫസ്റ്റ് ഞാൻ ഒരു അരേനെ ക്രിയേറ്റ് ചെയ്യാം അല്ലേ. അരേ ഈക്വൽ ടു നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ കൊടുക്കാം, നമുക്കിവിടെ റേഞ്ച് ഓഫ് ഒരു 100 വരെയുള്ള എലമെന്റ്സിനെ ഞാൻ കൊടുക്കുന്നു ഫസ്റ്റ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് അടുത്ത ഫംഗ്ഷനെ, നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്, കോൺസ്റ്റന്റ് ടൈം എന്ന് പറഞ്ഞ ഫംഗ്ഷനിനകത്ത് ആർഗ്യുമെന്റ് ആയിട്ട് നമ്മുടെ അരേനെ അങ്ങ് പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. എക്സിക്യൂഷൻ ടൈം മീൻസ് എൻഡ് ടൈം ആൻഡ് സ്റ്റാർട്ട് ടൈം കൊടുത്തു, ജസ്റ്റ് പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ കമന്റ് ആക്കി വെക്കാം, ഇതൊന്നും നമുക്ക് വേണ്ട, ഇത് ജസ്റ്റ് പറഞ്ഞു തരാനായിട്ട് എടുത്തതാണല്ലോ, ഇതും വേണ്ട. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതാണ്, ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് കോൺസ്റ്റന്റ് ടൈം അൽഗോരിതം. ഓക്കെ, അതായത് നമുക്കിവിടെ വേണ്ടത് അരയുടെ ഫസ്റ്റ് എലമെന്റിനെ വേണം. അപ്പോൾ ഒരൊറ്റ ലൈൻ ഓഫ് കോഡിൽ നമ്മൾ എഴുതുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുക്കുന്ന അരേന്റെ വാല്യൂ എത്രയായാലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ചെറിയൊരു വേരിയേഷൻസ് ചിലപ്പോൾ വരുന്നത് അത് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. സിസ്റ്റത്തിന്റെ CPU, മെമ്മറി, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. അല്ലാതെ കോഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് ഒരേ ടൈം ആയിരിക്കും, ടൈം കോംപ്ലക്സിറ്റി ആയിരിക്കും കിട്ടുന്നത്. മീൻസ് എക്സിക്യൂഷൻ ടൈം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിനെ നമ്മളിവിടെ റൺ ചെയ്തു. ഇപ്പൊ എനിക്കിവിടെ കിട്ടിയത് 0.00093 ആണ് അല്ലേ. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നു, ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുക്കുന്നു, 150 കൊടുക്കാം. ഇവിടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 0.001001 നമുക്ക് വന്നു. അതായത് ഇവിടെ നമുക്ക് കുറച്ച് മുന്നേ കിട്ടിയത് 0.00993യും ഇവിടെ കിട്ടിയത് 0.0001. എന്താണ് അങ്ങനെ? Okay. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് 1500 കൊടുത്തു എന്ന് വിചാരിക്കുക ഇൻപുട്ട്. ഓക്കെ, അപ്പോഴത്തേക്കും എന്റെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് 1500 എന്ന് വെച്ചാൽ 0 മുതൽ 1499 വരെയുള്ള എലമെന്റ്സ് ഈ അരയിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും അല്ലെ. എന്നിട്ട് കോൺസ്റ്റന്റ് ടൈം ഓഫ് അരേ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ അതിലുള്ള 0th പൊസിഷനുള്ള എലമെന്റ് 0 അല്ലേ, അത് പ്രിന്റ് ആയി. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും എടുത്ത് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതൊന്ന് റൺ ചെയ്ത് കാണിക്കാം. ഇവിടെ എനിക്ക് കിട്ടിയത് 1500 എനിക്ക് കൊടുത്തപ്പോൾ വന്ന ഔട്ട്പുട്ട് 0.000987 എന്നാണ്. ഓക്കെ, ഞാൻ ഇനി ഇവിടെ ഒരു 0 കൂടെ എടുത്തെന്ന് വിചാരിക്കാം, അതായത് 15,000 ആക്കി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എന്താ പറഞ്ഞല്ലോ, ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്.
ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ CPU അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് എത്ര കൂടിയാലും നമുക്ക് ഔട്ട്പുട്ട് വരാനായിട്ട് എടുക്കുന്ന ടൈം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് 1 ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ലോഗ് n എന്ന് പറഞ്ഞിട്ട് ഒരു ടൈം കോംപ്ലക്സിറ്റി ഉണ്ട്. ഓക്കെ, അതിന് വേറൊരു പേര് കൂടെ നമ്മൾ പറയാറുണ്ട്, ലോഗരിതമിക് ടൈം. ഓക്കെ, ലോഗരിതമിക് ടൈം എന്ന് വെച്ചാൽ ലോഗരിതമിക് ടൈം എന്ന് വെച്ചാൽ അതായത് നമ്മളൊരു അൽഗോരിതം അല്ലെങ്കിൽ നമ്മളൊരു സെറ്റ് ഓഫ് ലൈൻ ഓഫ് കോഡ്, അൽഗോരിതം നിങ്ങൾക്ക് അറിയാമല്ലോ, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലേ. നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എഴുതുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൽഗോരിതത്തിനെ റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ പോർഷൻ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യും. ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ബൈനറി സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സെർച്ചിങ് അൽഗോരിതം ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ സെർച്ചിങ് അറിയാലോ. ഇപ്പോൾ ഒരു അരയ്ക്കകത്ത് ഒരു സംഭവം ഉണ്ടോ, ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഒരു അരയുണ്ട്, അതിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, എനിക്ക് അതിലൊരു പർട്ടിക്കുലർ എലമെന്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ ബൈനറി സെർച്ച് എന്ന് പറയുന്ന അൽഗോരിതം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ അൽഗോരിതം വളരെ നല്ല രീതിയിൽ മീൻസ് നല്ലൊരു ടൈം കോംപ്ലക്സിറ്റിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈം കോംപ്ലക്സിറ്റി ആണ് ഈ ലോഗൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ലോഗന്റെ കാൽക്കുലേഷനിൽ കുറച്ച് മാത്സ് വന്നിട്ടുണ്ട്. ഞാനതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ എന്താണ് ബൈനറി സെർച്ച് എന്നുള്ള കോഡ് ഞാൻ ഇപ്പോൾ സിംപ്ലി പേസ്റ്റ് ചെയ്യാണ്. നമ്മൾ ബൈനറി സെർച്ച് ഇനി പഠിക്കും. ഇപ്പോൾ എനിക്ക് ജസ്റ്റ് ഞാൻ ഈ ലോഗിന്റെ കാര്യം പറയാനായിട്ട് ഞാൻ ജസ്റ്റ് ആ കോഡ് എഴുതുകയാണ് കേട്ടോ. സോ ഞാനിപ്പോൾ ജസ്റ്റ് കോഡ് പേസ്റ്റ് ചെയ്യാണ്, ഈ ബൈനറി സെർച്ചിന്റെ കോഡ് പേസ്റ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓരോ അൽഗോരിതംസിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ, അതായത് ഓരോ കോംപ്ലക്സിറ്റീസ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കോഡൊന്നും ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കാര്യം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അൽഗോരിതം അല്ലെങ്കിൽ ഒരു കോഡ് കണ്ടാൽ അതിന്റെ കോംപ്ലക്സിറ്റി കണ്ടാൽ മനസ്സിലാവണം, അറിയണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അല്ലാതെ ഞാനിപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഓരോ കോഡ് എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഈ ബൈനറി സെർച്ച് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള വീഡിയോസിൽ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ബൈനറി സെർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അരയിൽ ഒരു പർട്ടിക്കുലർ എലമെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ്. പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അരേ എന്ന് പറയുന്നത് സോർട്ടഡ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ അതിന്റെ ലോജിക് എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ അടുത്തൊരു 10 എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന അരേ എന്ന് പറയുന്നത് സോർട്ടഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുത്തേക്കുന്ന എലമെന്റ്സ് 0 to 9 വരെയുള്ള എലമെന്റ്സ് ആണ്. അതായത് 10 എലമെന്റ്സ് എടുത്തുണ്ട്, 0 to 9 വരെയുള്ള ഉണ്ട്, ഇൻക്ലൂഡിങ് 9. സോ എനിക്ക് വേണ്ട എലമെന്റ് 6 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ എൻ്റയർ അരേനെ നമ്മൾ രണ്ടായിട്ട് കട്ടാക്കും. ഓക്കെ, മീൻസ് ഹാഫ് ആയിട്ട്, അതായത് നമ്മുടെ ലെങ്ത്, അരേന്റെ ലെങ്ത് എത്രയാണോ അതിന്റെ പകുതി വെച്ച് കട്ടാക്കുന്നു. അതാണ് ഇവിടെ ഈ കണ്ടീഷൻ നടക്കുന്നത്. പകുതി വെച്ച് കട്ടാക്കിയിട്ട് നമ്മൾ നോക്കും ആ മിഡിലുള്ള എലമെന്റും ഈ നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെന്റ് ആണ് ഈ ടാർഗറ്റ് എന്ന് പറയുന്നത്, അതും കൂടെ കമ്പയർ ചെയ്യും. അത് അതിനേക്കാൾ ലെസ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കും, അതല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് നോക്കും. അപ്പൊ നമ്മൾ ആ ചെക്കിങ് നമ്പർ ഓഫ് കമ്പാരിസൺസും നമ്പർ ഓഫ് ചെക്കിംഗ് ഒക്കെ അവിടെ കുറയാണ്, വളരെയധികം കുറയാണ്. സോ ഇത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസിലെ ഈ ഓർഡർ ഓഫ് ലോഗനിൽ നമുക്ക് അച്ചീവ് ചെയ്ത് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കോഡ് വളരെ നല്ല ഒപ്റ്റിമൈസ്ഡ് രീതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറ്റുന്നത്, സൈസ് ഓഫ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പകുതിയായിട്ട് കുറയാണ്. അതായത് ഇപ്പൊ നമ്മൾ 10 ആയിരുന്നു നമ്മുടെ സൈസ്. ഓക്കെ, നമ്മൾ ആദ്യം ഇൻപുട്ട് കൊടുത്ത് അരേന്റെ സൈസ് 10 ആയിരുന്നു. അപ്പോൾ അതിനെ അടുത്ത് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ മിഡാക്കി എടുക്കുമ്പോൾ തന്നെ 5 ആയിട്ട് കുറഞ്ഞു, പിന്നെ ഡിവൈഡ് ആക്കുമ്പോൾ 2 ആയിട്ട് കുറയും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്പർ ഓഫ് കമ്പാരിസൺസ് ഒക്കെ വളരെ കുറയ്ക്കാനായിട്ട് ഈ ഒരു അൽഗോരിതം വെച്ചിട്ട് പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്തൊരു 1000 എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനത് ഇവിടെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു 1000 എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എങ്ങനെ ചെയ്യണം, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കും അല്ലെ, 500 ആയിട്ട് സ്പ്ലിറ്റ് ആക്കി. ഓക്കെ, അടുത്ത് ഇനി 500 ഇപ്പോൾ നമ്മൾ നോക്കി, ആദ്യം നമ്മൾ തന്നെ 500 ആയിട്ട് സ്പ്ലിറ്റ് ആക്കി. ഓക്കെ, അടുത്ത് ഈ 500 എലമെന്റ്സ് എൻ്റെ അടുത്തുണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിൽ 500, റൈറ്റ് സൈഡിൽ 500. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യും നമ്മുടെ നമ്പർ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ഉള്ളത്. ഇപ്പോൾ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ അതിനനുസരിച്ച് വീണ്ടും അതിനെ 250 ആയിട്ട് ഡിവൈഡ് ആക്കി. ഓക്കെ, അടുത്ത് വീണ്ടും നോക്കും ഈ 250 ഏത് പാർട്ടിലാണ് നമ്മുടെ എലമെന്റ് ഉള്ളത് നോക്കും. അപ്പൊ വീണ്ടും അതിനെ എത്രയാക്കി, 125 ആക്കി. ഓക്കെ, അങ്ങനെ അങ്ങ് പോവുക ചെയ്യണേ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു 10,000 എലമെന്റ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ എല്ലാം കൂടെ 10 സ്റ്റെപ്പിന്റെ ആവശ്യം വരുന്നുള്ളൂ. 10 പ്രാവശ്യം മാത്രം എന്റെ എക്സിക്യൂഷൻ നടക്കുന്നുള്ളൂ. ഓക്കെ, അതല്ല ഇനി 1 ബില്യൺ എലമെന്റ്സ് ആണെങ്കിൽ അവിടെ നമുക്ക് അറൌണ്ട് 20 സ്റ്റെപ്സിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതാണ് ഈ ഓർഡർ ഓഫ് ലോഗൻ അൽഗോരിതത്തിന്റെ പ്രത്യേകത. നമ്മളിപ്പോൾ ഓൾറെഡി കോഡ് എഴുതി, നമ്മൾ ഇമ്പോർട്ട് ടൈം വെച്ച് നമുക്ക് ആ കോഡ് ഒന്നും കൂടെ നോക്കാം, എക്സിക്യൂഷൻ ടൈം ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കോഡ് അങ്ങ് കമന്റ് ചെയ്ത് വെക്കുകയാണ്.
ഈ കോഡ് കമൻറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഞാൻ ഈ സ്റ്റാർട്ട് ടൈം ഇതൊക്കെ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ഞാൻ ഫുള്ളും കോപ്പി ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇത് വേണ്ട, കോൺസ്റ്റന്റ് ടൈം നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞതല്ലേ, അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ അങ്ങ് കമൻ്റ് ആക്കി അങ്ങ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിവിടെ എടുക്കുന്നത് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ എൻ്റെ അടുത്ത് ഒരു അരയുണ്ട്. ഓക്കെ, അരയുണ്ട്. ലിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് 15,000 ആണ് ഞാൻ കൊടുത്തു. ഓക്കെ, എനിക്കിനി ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം. അതായത് നമ്മുടെ ബൈനറി സെർച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ അതിനെ കോൾ ചെയ്യാണ്. നമ്മുടെ ബൈനറി സെർച്ച് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. പിന്നെ ഞാൻ അരേനെ കൊടുത്തു, പാസ് ചെയ്തു. പിന്നെ ടാർഗറ്റ് എനിക്ക് വേണ്ടത് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ എം ഗിവിങ് 14,998. ദിസ് ഇസ് ഓക്കെ, ദിസ് ഇസ് മൈ നമ്പർ. ഓക്കെ, ഇതാണ് നമ്മുടെ അരയിൽ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന നമ്പർ. ഓക്കെ, ഇപ്പോൾ നമ്മളിത് റൺ ചെയ്ത് നോക്കാം നമുക്കിവിടെ എന്താ കിട്ടണമെന്നുള്ളത്. ഇവിടെ ഇപ്പോൾ എക്സിക്യൂഷൻ ടൈം 0 വന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ എക്സിക്യൂഷൻ ടൈം 0 വന്നു. ഞാനിപ്പോൾ ഇവിടെ ഒരു 0 ഇവിടെ കൊടുത്തിട്ട് ഓക്കെ, ഞാനിപ്പോൾ റൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് 0.0002009 സെക്കൻഡ്സ് ആണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ കൊടുക്കുന്നത്, ഞാൻ കൊടുക്കുന്നു ഇൻപുട്ട് കുറച്ച് കൂടുതൽ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നമ്മുടെ എക്സിക്യൂഷൻ ടൈം കണ്ടോ നേരത്തെ പോലെ ആയിരുന്നു, അല്ല നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ. സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഡിഫറൻസ് കണ്ടോ, എക്സിക്യൂഷൻ ടൈം സെയിം ആണോ. മറ്റേ ഓർഡർ ഓഫ് 1 ആയിരുന്നപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 2 കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് ഇൻപുട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ എക്സിക്യൂഷൻ ടൈം സെയിം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഓർഡർ ഓഫ് ലോഗിന്റെ കേസ് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഇവിടെ എക്സിക്യൂഷൻ ടൈം ചേഞ്ച് ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു 0 ഇവിടെ കൊടുത്തു, നോക്കിക്കോളൂ, അത് ഇനിയും കൂടും. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ 11.14 സംതിങ് ആയി. അതായത് നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് വരാനെടുക്കുന്ന എക്സിക്യൂഷൻ ടൈം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കൂടുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇത് മറ്റു കോംപ്ലക്സിറ്റീസ്, അതായത് ഓർഡർ ഓഫ് n സ്ക്വയർ, അല്ലെങ്കിൽ ഓർഡർ ഓഫ് n log n, അല്ലെങ്കിൽ ഓർഡർ ഓഫ് n ഫാക്ടോറിയൽ, അങ്ങനെയുള്ള കോംപ്ലക്സിറ്റീസിൽ നോക്കുമ്പോൾ ഇത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതം. അതായത് നമ്പർ ഓഫ് കമ്പാരിസൺസ് വളരെ കുറവാണ് അല്ലേ. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ലോജിക്ക്. പക്ഷെ നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും എങ്ങനെ ഈ ഓർഡർ ഓഫ് ലോഗ് n വന്നു എന്നുള്ളത്. എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഓർഡർ ഓഫ് ലോഗ് n എവിടെ നിന്നാ വന്നേ. സോ ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ n എലമെന്റ്സ് ഉണ്ട് അല്ലെ, നമ്മുടെ കയ്യിൽ n എലമെന്റ്സ് ഉണ്ട്. ഒരു നോർമൽ ആയിട്ട് ഒരു വാല്യൂ നമ്മൾ പറയണം, n എലമെന്റ്സ് എൻ്റെ അടുത്തുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, n-നെ 2 കൊണ്ട് ഡിവൈഡ്, അതായത് രണ്ടായിട്ട് ഡിവൈഡ്, രണ്ട് പോർഷൻ ആക്കി, ഒരു ലെഫ്റ്റ് ഹാഫ് ആൻഡ് ഒരു റൈറ്റ് ഹാഫ് ആക്കി. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, n/2-നെ വീണ്ടും ഡിവൈഡ് ആക്കി. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്, n/4 ആണ് അല്ലെ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ, n/2 ഡിവിഷൻ 2, അപ്പൊ n/4 കിട്ടി. ഇനി നമ്മൾ അതിനെ ഇങ്ങനെ ചെയ്തു അപ്പൊ അടുത്ത് വരുമ്പോൾ n/8, അങ്ങനെ അൺടിൽ ഒരു എലമെന്റ് ആവുന്ന വരെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ. അതായത് നമ്മുടെ ഈ ലോജിക് എന്ന് പറയുന്നത്, ഈ പ്രോഗ്രാം, ഈ ഒരു ഓർഡർ ഓഫ് ലോഗിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ 2 ഹാഫ് ആക്കി, അതായത് ഒരു ലെഫ്റ്റ് ഹാഫ് ആൻഡ് റൈറ്റ് ഹാഫ്. പിന്നെ നമ്മൾ നോക്കും ആ ടാർഗറ്റ് എവിടെയാണോ നോക്കും, അതിനനുസരിച്ച് നമ്മൾ വീണ്ടും ആ പോർഷനെ വീണ്ടും കട്ടാക്കി 2 ആക്കും. അങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ടിൽ 1 ആവുന്ന ഒരു ഐറ്റം വരെ ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ഹൗ മെനി സ്റ്റെപ്സ് ടേക്സ് നമുക്ക് അറിയത്തില്ല ആദ്യം ഇനിഷ്യൽ അല്ലേ. ഇവിടെ 1 ആയി, ഇവിടെ 2 ആയി, 3 ആയി, അങ്ങനെ അൺടിൽ 1 വരെ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ നമ്പർ ഓഫ് സ്റ്റെപ്സിന് നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിൾ കൊടുക്കാം. നമുക്ക് ഇനിഷ്യലി നമുക്ക് അതിനകത്ത് അൺനോൺ വേരിയബിളിന് നമ്മൾ വേരിയബിൾ അല്ലെ മാത്സിൽ കൊടുക്കുന്നത്, അതുപോലെ കെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. നമ്പർ ഓഫ് സ്റ്റെപ്സ് കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈച്ച് സ്റ്റെപ്പിൽ നമ്മൾ ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന 2 വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ആഫ്റ്റർ കെ സ്റ്റെപ്സ് എന്താ പറയണേ, നമുക്ക് എക്സാക്ട്ലി ഒരു ഐറ്റം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അതിന് നമ്മളിങ്ങനെ പറയണേ n/2 റൈസ് ടു k ഈസ് ഈക്വൽ ടു 1 എന്ന് പറയും. ഓക്കെ, ഇതിന് മാത്തമാറ്റിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, n/2 റൈസ് ടു k, അതായത് n/2 അത് എത്ര ടൈംസ് നമുക്ക് അറിയത്തില്ല, അൺനോൺ ടൈം ആണ്. അപ്പൊ അതിന് നമ്മൾ n/2 റൈസ് ടു k ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഈ ഒരു ഇക്വേഷനെ സോൾവ് ആക്കണം. ഇത് മാത്സ് ഇക്വേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, എനിക്ക് ഡിനോമിനേറ്ററിനെ 2 റൈസ് ടു k-നെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ന്യൂമറേറ്ററിൽ ആ 2 റൈസ് ടു k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ഇത് ആൾജിബ്രയിലാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് അതിനെ 2 റൈസ് ടു k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. എങ്ങനെയാണ്, 2 റൈസ് ടു k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഡിനോമിനേറ്ററിലെ 2 റൈസ് ടു k കട്ടായി പോകുമല്ലോ. അപ്പോൾ n ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ഈ 1-നെയും 2 റൈസ് ടു k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് സ്റ്റെപ്സ് k ആണ്. അപ്പോൾ n/2
2k ടൈംസ് ആണ് വരുന്നത് അല്ലേ. അതുകൊണ്ടാണ് n/2k = 1. പിന്നെ ഈ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ആക്കണം. അപ്പോൾ അതിന് ഞാൻ ഡിനോമിനേറ്ററിൽ നിന്ന് 2k കളയണമെങ്കിൽ എന്ത് ചെയ്യണം? 2k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും കട്ടായി പോകും. അവിടെ n മാത്രമേ ഉള്ളൂ. ഈ 1നെ 2k കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. അതാണ് അവിടെ 2k എന്ന് പറഞ്ഞ് വന്നത്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങനെ വരുന്ന അവസരങ്ങളിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ kനെ സോൾവ് ചെയ്യാനുള്ള വഴി എന്ന് വെച്ചാൽ n = 2k ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോഗ് വെച്ചിട്ടാണ് മാത്സിൽ സോൾവ് ആക്കുന്നത്. അതുകൊണ്ട് രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ ലോഗ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് k = log of n. n എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന 2 ബേസ് ആണ്. എനിക്കിവിടെ 2 സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയതാണ് കേട്ടോ. ഇവിടെ 2 എന്നുണ്ട്. log 2 of n ഡീഫോൾട്ട് ആയിട്ട് ബേസ് 2 ആണ്. ഓക്കെ. സോ ഇവിടെ നമുക്ക് കിട്ടിയ k = log n. ദിസ് മീൻസ് എന്താണ്? ഇത് പറയുന്നത് ഹൗ മെനി ടൈംസ് വി ക്യാൻ ഡിവൈഡ് n/2 ബിഫോർ യു റീച്ച് 1. അതായത് നമ്മൾ 1 എത്തുന്ന വരെ നമുക്ക് എത്ര ടൈം നമുക്ക് ഡിവൈഡ് ചെയ്യണം. അതാണ് k എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഇതാണ് അതിന്റെ ഒരു ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇത് ഇത്രയും മാത്സിന്റെ ഒരു ലോജിക്കാണ്. ഓക്കെ. അത് വെച്ചിട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. ഒരു എക്സാമ്പിൾ ഇവിടെ വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പൊ നമ്മളിവിടെ ഒരു നമ്പർ പറഞ്ഞു, ഇപ്പൊ ഞാൻ log 8 എന്ന് പറഞ്ഞു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ log of 8 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ബേസ് 2 ആണ്. 2 എത്രയാണ് 8, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം 3 ആണ്. 2 × 2 × 2 ആണ് 8 എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു ലോഗരിതമെറ്റിക് ലോജിക് എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടി ഞാൻ എഴുതുന്നതാണ്. അതായത് log 8 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ 3 ആണ്. ദാറ്റ് മീൻസ് ബേസ് 2 വെച്ചിട്ട് എത്ര 2ന്റെ എത്ര പവർ ആണ് ഈ 8 എന്ന് പറയുന്നത്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. ഇപ്പം നമ്മൾ 1024 എടുക്കുകയാണ്. നമ്മൾ 1 കിലോബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 പഠിച്ചിട്ടില്ലേ. അവിടെ ഇതൊക്കെ ഈ ലോജിക്കൊക്കെ തന്നെയാണ് വരുന്നത്. അതായത് നമ്മൾ 210നെയാണ് 1024 എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി. നമ്മൾ കിലോ എന്ന് വെച്ചാൽ നമ്മൾ അതിനെ പറയും കിലോബൈറ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ വരുന്നത് 1000 അല്ല 1024 ആണ്. അതായത് 210 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 10 ആണ്. മനസ്സിലായി? ഇതാണ് ആ ഒരു ബേസിക് അതിൻ്റെ ഒരു ഐഡിയ. ലോഗ് എന്താണ്, ലോഗിന്റെ ഒരു കൺസെപ്റ്റ് ആണ് ജസ്റ്റ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നമ്മുടെ ഓർഡർ ഓഫ് n. ഓർഡർ ഓഫ് n ഒരു പേരൂടെ ഉണ്ട്. അതാണ് ലീനിയർ ടൈം എന്ന് പറയും. ഓക്കെ. ലീനിയർ ടൈം. ഓക്കെ. നമ്മളിപ്പോൾ പഠിച്ചത് ഓർഡർ ഓഫ് 1 പഠിച്ചു, അതായത് കോൺസ്റ്റന്റ് ടൈം. ദെൻ പഠിച്ചു ഓർഡർ ഓഫ് log n, അതെന്ന് പറഞ്ഞാൽ ലോഗരിതമെറ്റിക് ടൈം ആണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഓർഡർ ഓഫ് n, അതായത് ലീനിയർ ടൈം ആണ്. ഇവിടെ എന്താ പറ്റുന്നത് വെച്ചാൽ അൽഗോരിതത്തിന്റെ ടൈമും അതുപോലെ നമ്മുടെ ഇൻപുട്ട് സൈസ് കൊടുക്കുന്നതിനനുസരിച്ച് ഗ്രോ ചെയ്യുന്നു. ഓക്കെ. ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വരാനായിട്ട് എടുക്കുന്ന ടൈമും കൂടും. അതിനെയാണ് നമ്മൾ ലീനിയർ ടൈം എന്ന് പറയുന്നത്. ഒരു പ്രൊപ്പോർഷണൽ ആയിട്ട് പോകും. ഓക്കെ. ഇപ്പോൾ ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് ഒരു പ്രൊപ്പോർഷണൽ ഒരു റേറ്റിൽ പോകും. അങ്ങനെയുള്ള ഒരു അൽഗോരിതത്തിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് n എന്ന് പറയുന്നത്. ഓക്കെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എഴുതിയില്ലേ, ഒരു അരയിൽ എലമെന്റ് പ്രിന്റ് ചെയ്യുന്നില്ലേ, അത് നമുക്ക് നമ്മുടെ ലീനിയർ ടൈം എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ അത്ര എലമെന്റ്സിനെ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, അത്ര എലമെന്റ്സിനെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ. അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം. നമ്മുടെ കോഡ് ലീനിയർ ടൈം എന്ന് കൊടുക്കാം. ഓക്കെ. ഇപ്പൊ ഇവിടെ ഞാൻ കൊടുക്കുന്നത് നമ്മുടെ അരയാണ്. ഓക്കെ. ഇൻപുട്ട് അര കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഞാൻ പ്രിന്റ് അരേ ഓഫ് ഒരു ഫംഗ്ഷൻ എഴുതണം അല്ലെ. മീൻസ് ഒരു ലൂപ്പ് എഴുതണം. ഫോർ I in range of അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഫോർ num in array അല്ലേ. എന്നിട്ട് ജസ്റ്റ് ഞാൻ അതിനെ പ്രിന്റ് ചെയ്തു. പ്രിന്റ് num. ഓക്കെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ 10 എലമെന്റ് കൊടുത്താലും 20 എലമെന്റ് കൊടുത്താലും ഫസ്റ്റത്തെ അതിൽ 10 1 2 3 10 വരെ ഉണ്ട്. അതായത് ഫസ്റ്റത്തെ 10 എലമെന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ 10 എലമെന്റ് പ്രിന്റ് ചെയ്താൽ മതി. അടുത്ത 20 എണ്ണം കൊടുക്കണമെങ്കിൽ 20 എണ്ണം പ്രിന്റ് ചെയ്യണം. മില്യൺ കൊടുക്കണമെങ്കിൽ മില്യൺ പ്രിന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് നമുക്ക് അത്രയും എഫർട്ട് ഇവിടെ ഉണ്ട് അല്ലേ. അത്രയും പ്രാവശ്യം അത് ചെയ്യണം. അപ്പോൾ ഒരു പ്രൊപ്പോർഷണൽ ആയിരിക്കും എപ്പോഴും നമ്മുടെ ഈ അൽഗോരിതം പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലീനിയർ ടൈം അൽഗോരിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർഡർ ഓഫ് n അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഇപ്പോൾ ഈ അരയിൽ 10 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് 10 സ്റ്റെപ്പ് ചെയ്യണം. അതല്ല 1000 ഉണ്ടെങ്കിലോ 1000 സ്റ്റെപ്സ് ചെയ്യണം. അപ്പോൾ ഇവിടെയും നമുക്ക് നമ്മുടെ എന്താണ് ടൈം കോംപ്ലക്സിറ്റി മീൻസ് ടൈം എക്സിക്യൂഷൻ ടൈം എങ്ങനെയാ വർക്ക് ആവുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഞാൻ കമന്റ് ആക്കി വെക്കട്ടെ. ഇതെല്ലാം കമന്റ് ആക്കി വെക്കാം. അതായത് നമ്മുടെ സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം ഇതൊക്കെ നമുക്ക് വേണം. ഓക്കെ. ഓക്കെ. ഞാനിപ്പോൾ ഇത് കോപ്പി ചെയ്തെടുത്തു. കമന്റ് ഒക്കെ ഞാൻ മാറ്റാം.
എന്നിട്ട് നമ്മളിവിടെ ഓക്കെ നോക്കാം. ഇവിടെ ഞാൻ സ്റ്റാർട്ട് ടൈം കൊടുത്തു. എനിക്കിപ്പോൾ ഇത് വേണോ? 4 ഇത് വേണ്ട, ഇതൊന്നും വേണ്ടല്ലോ. എന്നിട്ട് നമ്മളൊരു അരേനെ ആദ്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ അരേൻ്റെ പേര് കൊടുക്കുകയാണ്. അറേ ഈക്വൽ ടു നമുക്കൊരു റേഞ്ച് കൊടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ അതിനെ ലിസ്റ്റ് ആക്കുന്നുണ്ട്. ലിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് എത്ര കൊടുക്കാം? നമുക്ക് ഒരു 1000 കൊടുക്കാം അല്ലേ. ആദ്യം ഒരു 1000 കൊടുത്തു, അല്ലെങ്കിൽ ഓക്കെ 1500 തന്നെ കൊടുക്കാം. ഇത്രയും കൊടുത്തു. അപ്പോൾ ഞാൻ ഈ അരയിൽ എലമെന്റ്സ് പ്രിന്റ് ചെയ്യാണ്. പക്ഷെ ഇതിപ്പോൾ പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും അല്ലേ. ഇത്ര എലമെന്റ് പ്രിന്റ് ചെയ്യണ്ടേ. ഞാനിവിടെ ഇത് കൊടുക്കാം, സ്പേസ് ഇങ്ങനെ കൊടുക്കാം. അതായത് സ്പേസിൽ വരുന്നുണ്ടാവും. കൊടുക്കട്ടെ, അങ്ങനെ കൊടുത്ത് നോക്കാം. നമുക്ക് റൺ ചെയ്യാം. ഞാനിവിടെ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാ അത് വരിക അല്ലേ. അപ്പോൾ നമുക്ക് ലീനിയർ ടൈം ഈ അരയിൽ നിന്നുള്ള സംഭവം കൊടുത്തു. ഓക്കെ, ക്ലിയർ അല്ലേ. അതായത് ഞാനിവിടെ ഒരു അരേനെ പ്രിന്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇത് ഇത്രയും. ഓക്കെ, ഇതൊരു അരയിലെ പ്രിന്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. പിന്നെ ഞാൻ ഇവിടെ സ്പേസ് കൊടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഹൊറിസോണ്ടലി വരാൻ, വെർട്ടിക്കൽ നമുക്ക് ഒരുപാട് നമ്പേഴ്സ് ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തത്. എന്നിട്ട് നമ്മളിവിടെ എക്സിക്യൂഷൻ ടൈം കാണിക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ ആദ്യം 1500 എലമെന്റ്സിന് എത്ര എക്സിക്യൂഷൻ ടൈം വരും നോക്കുന്നു, അത് കഴിഞ്ഞിട്ടുള്ളതും കാണിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻഡ് ഈക്വൽ ടു, ഇവിടെ പ്രശ്നം എനിക്ക് ഒരു എൽ എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലേ. എൻഡ് മാത്രം മതിയല്ലോ, എല്ല് വേണ്ട. ഓക്കെ, റൺ ചെയ്തു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും ഈ നമ്പേഴ്സ് വന്നു. എന്നിട്ട് നമുക്കിവിടെ എക്സിക്യൂഷൻ ടൈം 0.116009 വന്നു. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു 0 കൂടെ കൊടുത്താലോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത് 1.116. ഇത് കുറേ സമയം പിടിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടിയ എക്സിക്യൂഷൻ ടൈം ഇതാണ്. ഓക്കെ, ഇതാ ഒരു ജസ്റ്റ് ഞാൻ മനസ്സിലാക്കി തരുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് എടുക്കാനുള്ള ടൈം ഒരു പ്രൊപ്പോർഷണൽ ആയിട്ട് കൂടുന്നുണ്ട്. അപ്പം ഇപ്പം നമ്മൾ പഠിച്ച ഓർഡർ ഓഫ് 1, ഓർഡർ ഓഫ് ലോഗ് n, പിന്നീട് ഓർഡർ ഓഫ് ഇപ്പോൾ പഠിച്ച ഓർഡർ ഓഫ് n, ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓർഡർ ഓഫ് 1 ആണ് ബെസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ആയിട്ട് പറയാം ഓർഡർ ഓഫ് ലോഗ് n ആണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, പക്ഷെ ഓർഡർ ഓഫ് n ഓക്കെ ആണ്, പക്ഷെ കുറച്ചുകൂടി കൂടുതലാണ്, ടൈം എടുക്കുന്ന ടൈം കൂടുതലാണ്. ക്ലിയർ അല്ലേ. അപ്പൊ ഇതാണ് ഓർഡർ ഓഫ് n അൽഗോരിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർഡർ ഓഫ് n ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഓർഡർ ഓഫ് n ലോഗ് n. അതിന് വേറൊരു പേരൂടെ ഉണ്ട്, അതാണ് ലോഗ് ലീനിയർ ടൈം എന്ന് പറഞ്ഞാൽ. ഓർഡർ ഓഫ് നമുക്ക് പറയാം n ലോഗ് n. ഓക്കെ, ഇതിന് വേറൊരു പേരുള്ളത് എന്താണെന്ന് വെച്ചാൽ ലോഗ് ലീനിയർ ടൈം. ലോഗ് ലീനിയർ ടൈം എല്ലാം കൂടെ മിക്സ് ആയി പോകരുത്. നമ്മൾ പഠിച്ചത് ഓർഡർ ഓഫ് 1 കോൺസ്റ്റന്റ് ടൈം, ഓർഡർ ഓഫ് ലോഗ് n ലോഗരിതമാറ്റിക് ടൈം, ഓർഡർ ഓഫ് n എന്താണ് ലീനിയർ ടൈം. ഓക്കെ, ഈ ഓർഡർ ഓഫ് n ലോഗ് n ആകുമ്പോൾ ലോഗിന്റെയും ലീനിയറിന്റെയും ഒരു മിക്സ് ആണ്. അതായത് ലോഗരിതമാറ്റിക് ലീനിയർ ടൈം അല്ലെങ്കിൽ ലോഗ് ലീനിയർ ടൈം എന്ന് പറയുന്നതാണ് ഓർഡർ ഓഫ് ലോഗ് n ലോഗ് n എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ n ടൈംസ് പ്രോസസ് ചെയ്യുന്നുണ്ട്, രണ്ടും കൂടെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ലോഗിന്റെ നമ്മൾ പഠിച്ചു, ലോഗിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അൽഗോരിതം എഴുതുകയാണെങ്കിൽ നമ്മുടെ എൻ്റെയർ ലിസ്റ്റ് അല്ലെങ്കിൽ എൻ്റെയർ എലമെന്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവാണ് അല്ലേ. ഈ ലീനിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് n ടൈം പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടിന്റെയും കൂടെ ഒരു മിക്സ് ആണ്. ആ പേര് പറയുന്ന പോലെ തന്നെ ആ ഇക്വേഷൻ പറയുന്ന n ലോഗ് n എന്ന് പറയുന്ന പോലെ തന്നെ ആ എന്നിന്റെയും ലോഗിന്റെയും കൂടെ ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് ഈ ലോഗ് ലീനിയർ ടൈം എന്ന് പറയുന്നത്. ഇത് നമ്മൾ എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇനി പഠിക്കുന്ന ചില അൽഗോരിതംസ് ആണ്, മെർജ് സോർട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇനി പഠിക്കും. അവിടെയൊക്കെ ഈ n ലോഗ് n ആണ് വരുന്നത്. ഞാനിപ്പോൾ അതിന്റെ കോഡ് ഇപ്പോൾ എഴുതുന്നില്ല, അത് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ മെർജ് സോർട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് പോവാം. ഇപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി n ലോഗ് n എന്ന് വെച്ചാൽ ഈ വീഡിയോ വളരെ ലെങ്തി ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും ലെങ്തി ആയാലും ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീപ്പറായിട്ട് മെർജ് സോർട്ടിലോട്ട് പോകുന്നില്ല. അത് നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ഞാൻ കൂടുതൽ തരുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഓർഡർ ഓഫ് n ലോഗ് n എന്ന് പറഞ്ഞാൽ ഈ ലോഗിന്റെയും ഈ ലീനിയർ ടൈമിന്റെയും കൂടെ ഒരു മിക്സ് ആണ്. ഓക്കെ, അടുത്ത് വേറൊന്നും കൂടെ ഉണ്ട്, ഓർഡർ ഓഫ് n സ്ക്വയർ എന്ന് പറഞ്ഞാൽ n സ്ക്വയർ നമുക്കിവിടെ ഇങ്ങനെ എഴുതാം. ഓർഡർ ഓഫ് n സ്ക്വയർ ഇതുപോലെ തന്നെയാണ്. അതായത് നമ്മൾ പറയുന്നത് ക്വാഡ്രാറ്റിക് ടൈം എന്ന് പറയും. എന്താണ് ക്വാഡ്രാറ്റിക് ടൈം എന്ന് പറയും? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കോഡ് എഴുതുമ്പോൾ നമ്മൾ 2 ലൂപ്പൊക്കെ ഇട്ട് ചെയ്യില്ല. അതായത് ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു 2 ഡയമെൻഷണൽ അറേ എടുക്കുമ്പോഴോ
അതല്ലെങ്കിൽ നമുക്ക് ഒരു 2 ലൂപ്പ് ഇട്ട് നമ്മൾ ചെയ്യുമല്ലോ, എന്തെങ്കിലും കോഡിങ്സ് ഒക്കെ നമ്മൾ 2 ലൂപ്പൊക്കെ വെച്ച് ചെയ്യത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമുക്ക് ഈ ഓർഡർ ഓഫ് എൻ സ്ക്വയർ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ടൈം വരുന്നത്. അതായത് നെസ്റ്റഡ് ലൂപ്പ് വരുന്ന സമയത്താണ്. അടുത്തിനി വേറൊന്നുള്ളതെന്ന് വെച്ചാൽ ഓർഡർ ഓഫ് എൻ ഫാക്ടോറിയൽ ആണ്. എൻ ഫാക്ടോറിയൽ നമ്മളിപ്പോൾ അറിയാലോ, നമ്മൾ ഫാക്ടോറിയൽ നമ്മൾ പറഞ്ഞ അതിന് വേറെ പേരുണ്ട്, ഫാക്ടോറിയൽ ടൈം എന്ന് പറയും. ഫാക്ടോറിയൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ എന്നിൻ്റെ ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു അങ്ങനെ അത് 1 ആകുന്നവരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഭയങ്കര വലിയൊരു ടൈം കോംപ്ലക്സിറ്റി ആണ്. എൻ ഫാക്ടോറിയൽ ആകുമ്പോൾ 5 ആണെങ്കിൽ 5 ഇൻറ്റു 4 ഇൻറ്റു അങ്ങനെ 120 അങ്ങനെ ഇടുന്ന ഒരു കണതാണ്. ഇത് കുറച്ചുകൂടി ബിഗ് കോംപ്ലക്സിറ്റി ആണ് ഈ ഓർഡർ ഓഫ് എൻ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ ഓർഡർ ഓഫ് എൻ ലോഗ് എൻ, ഓർഡർ ഓഫ് എൻ സ്ക്വയർ, ഓർഡർ ഓഫ് എൻ ഫാക്ടോറിയലിലേക്ക് നമ്മൾ ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഡീപ്പറായിട്ട് നോക്കാം. ഓക്കെ, ഇതിന്റെ ഡീപ്പറായിട്ട് നമ്മൾ ആ കോഡിങ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഇനിയും വേണ്ടിവരും തോന്നുന്നു. ഈ വീഡിയോ ഇനിയും വലുതാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓർഡർ ഓഫ് എൻ വരെ എന്തായാലും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ 3 നമുക്ക് അത് പഠിക്കുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ. ഈ സോർട്ടിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഡീപ്പറായിട്ട് പറഞ്ഞു പോവാം. സോ ഇന്നത്തേക്ക് ഞാൻ ഇത്രയാണ് ചുരുക്കുന്നത്. വെച്ചാൽ ഞാൻ ഫുൾ പറയണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ ബാക്കി 3 ഞാൻ ഇനി വരുന്ന പോർഷൻസിൽ പറയുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ ബിഗ് O നൊട്ടേഷൻ എന്താണെന്ന് പഠിച്ചു, എങ്ങനെയാണ് അത് അൽഗോരിതത്തിന്റെ ഗ്രോത്ത് തീരുമാനിക്കുന്നത് പഠിച്ചു. പിന്നെ പൈത്തോണിലെ ഒരു മോഡ്യൂൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എക്സിക്യൂഷൻ ടൈം അനലൈസ് ചെയ്യാമെന്ന് പഠിച്ചു, അതിന്റെ എഫിഷ്യൻസി അനലൈസ് ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ ഓർഡർ ഓഫ് 1 കോൺസ്റ്റന്റ്, ഓർഡർ ഓഫ് ലോഗ് ആൻഡ് ലോഗരിതമെറ്റിക്, ഓർഡർ ഓഫ് n ലീനിയർ, പിന്നെ ഓർഡർ ഓഫ് n ലോഗ് ആൻഡ് ലോഗ് ലീനിയർ. പിന്നീട് ഇതൊക്കെ ഓർഡർ ഓഫ് n സ്ക്വയർഡ്, ഓർഡർ ഓഫ് n ഫാക്ടോറിയൽ, അതൊക്കെ ഞാൻ ഡീപ്പറായിട്ട് ഇനിയുള്ള വീഡിയോസിൽ പറയുന്നുണ്ടാവും. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. ഐ വിൽ ട്രൈ ടു റിപ്ലൈ യു. ആൻഡ് താങ്ക് യു ഫോർ ദ സപ്പോർട്ട് യു ഓൾ ആർ ഗിവിംഗ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.